വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി. സത്യവാങ്മൂലം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹാജരായത്. ബോണ്ട് കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കും. വക്കീലിന് പറ്റിയൊരു അബദ്ധമാണ്. അവിടെ പല പ്രാവശ്യം അണ്ടറേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. എന്നാൽ ആ വിവരം ഈ കക്ഷികളെ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ സീനിയറായ എന്നെ അറിയിക്കണ്ടേ? അറിയിച്ചില്ല. ഈ കേസ് ഈ 1.5 വർഷത്തോടെ കയറി ഇറങ്ങി നടന്നത് ഞാനാ വിസ്തരിച്ചത്. അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രം അയാൾ എനിക്ക് ഒരാൾക്കാത്തോണ്ട് ഞാൻ ജൂനിയർ വിട്ടു. അതിനുശേഷം ആരും എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. കാര്യങ്ങൾ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത്ര നിരപരാധി ഒരു കേസായിരുന്നു നമ്മൾ കൊല്ലത്ത് വന്ന് ഈ കേസ് നടത്തിയത്. ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ഹൈക്കോടതി 3 അവധിക്കായിട്ട് അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞു. അവരും കക്ഷികളെ അറിയിക്കണ്ടേ? കക്ഷികളെ അറിയിച്ചില്ല. ഉടൻ വിളിച്ചു പറഞ്ഞു വേറെ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പോയില്ല. അവസാനം കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യും, അണ്ടർടേക്ക് കൊടുക്കാത്ത ആളല്ലേ, അത് ലോവർ കോടതി വന്ന് ജാമ്യം എഴുതി വെച്ചത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, അല്ലാതെ ഒരു വിധിക്കാതെ ഒന്നും സംഭവിച്ചതല്ല. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, എന്താണ് കേസിൽ സംഭവിച്ചത്? അഡ്വക്കേറ്റ് എന്താണ് പറയുന്നത്? 2021 ജൂൺ 30-നാണ് യാർവിശ്ശേരി ക്രൂരപീഡനത്തിലെ കൊല്ലപ്പെടുന്നത്. പ്രദേശം അത്യാർജിന്റെ പ്രത്യേകിച്ച് പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി അർജുനെ കുറ്റമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അർജുനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ ഇവയുടെ കുടുംബവും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത്. അർജുൻ വിദേശത്തേക്ക് കിടക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനാണ് ഒരു സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ അർജുൻ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്നാണ് വിചാരണ കോടതിയെ ഹാജരായി ബോണ്ട് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ചാണ് ഈ അർജുൻ ഇന്ന് കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായത്. 50,000 രൂപയുടെ തൊട്ടിൽ തൂക്കിയിട്ടുള്ള 2 ആൾക്കാരുടെയും 50,000 രൂപയുടെ ബോണ്ടുമാണ് കെട്ടിവെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അർജുനെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇന്ന് അർജുന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഈ കേസ് നടത്തിനിടെ അഭിഭാഷകർ തമ്മിലുണ്ടായ ഒരു ധാരണ പെട്ടതാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് അഭിഭാഷകൻ പറയുകയും ചെയ്തിരിക്കുന്നത്. ശരി സിജോ.